ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സോപ്പ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുള്ള വെയിൻ മെഷീൻ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പിലുള്ള വെയിൻ മെഷീൻ ഉണ്ട് കേട്ടോ. അതായത് നമ്പർ 1 ഒന്നാമത്തേത് ഇതാണ്. ഇതൊരു നോർമൽ കിച്ചൺ സ്കെയിലാണ് കേട്ടോ. ഇതിന് അത്ര വലിയ വിലയൊന്നുമില്ല. മീൻസ് ഇത് നമുക്ക് സോപ്പ് മേക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെയിൻ മെഷീനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈപ്പ് തന്നെ വാങ്ങിക്കണമെന്നില്ല. ഇതിലും എന്താ പറയുക, ഇതിലും പ്ലാസ്റ്റിക്കിൻ്റേതല്ലാതെ സ്റ്റീലിൻ്റെ ടൈപ്പിൽ വരുന്ന വെയിൻ മെഷീനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുള്ളത് മീൻസ് ഈ ഒരു സോപ്പ് നമ്മുടെ കോൾഡ് പ്രോസസ് സോപ്പ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഡിറ്റർജൻ്റ് ഇല്ലേ, നമ്മുടെ സോപ്പ് പൊടി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു സൈഡായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെയിൻ മെഷീൻ ഞാൻ വാങ്ങിയിട്ടുള്ളത്. സംഭവം ഞാൻ കിറ്റായിട്ടാണ് നമുക്ക് സോപ്പ് പൊടിയുടെ മിക്സും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ശരിക്കും എന്താ പറയുക, ഈ ഒരു വെയിൻ മെഷീൻ ആവശ്യമില്ല. പക്ഷേ നമ്മൾ സോപ്പ് പൊടി ഉണ്ടാക്കിയതിന് ശേഷം അത് നമുക്ക് പാക്ക് ചെയ്യണമല്ലോ. നമ്മൾ നോർമൽ പാക്കേജ് ചെയ്യുന്ന സമയത്ത് എത്ര ഗ്രാമുള്ള സോപ്പ് പൊടിയാണ് എന്ന് നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൻ മെഷീൻ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു വെയിൻ മെഷീൻ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു 2-3 കൊല്ലം പഴക്കമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതുവരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു വെയിൻ മെഷീൻ. ഞാൻ ഈ ഒരു വെയിൻ മെഷീൻ വാങ്ങിയതിന് ശേഷം 500 ഗ്രാം വീതമുള്ള ഓരോരോ പാക്കുകളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് പൊടി പാക്ക് ചെയ്ത് വെക്കിയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സൈഡ് പരിപാടി ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആളുകൾ ഞാനിങ്ങനെ പാക്ക് ചെയ്ത് 500 ഗ്രാം ആക്കി വെച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് കൊടുത്തോളിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട, സോപ്പ് പൊടി ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് മാത്രം വെച്ചാൽ മതി. സെയിലും കാര്യങ്ങളൊക്കെ വീട്ടിലങ്ങനെ നടന്നു പോയിക്കോളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെയിൻ മെഷീൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ മീഷോ എന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതിനൊരു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 300 രൂപയുടെ ഉള്ളിൽ അങ്ങനെ എന്തോ പ്രൈസ് ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ മീഷോയിൽ വാങ്ങിക്കുന്ന സമയത്ത് ഒറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അതിൽ റേറ്റിംഗ് നോക്കിയിട്ട് സാധനം എടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഇത് വാങ്ങിയിട്ടുള്ള ആളുകൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളും അത് എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാകും, വീഡിയോസായിട്ടും കമൻ്റായിട്ടും ഒക്കെ. അതും കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ്, ഇതെന്നല്ല ഏതൊരു പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിയത്, ഞാൻ പറഞ്ഞതുപോലെ ഒരു 2-3 വർഷം പഴക്കമുള്ള ഒരു സാധനമാണിത്. ഞാൻ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വെയിൻ മെഷീൻ. ഇതിലും കുറവായിട്ടുള്ള അളവുകൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് കോൾഡ് പ്രോസസ്സിങ് സോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള അളവുകൾ അത്യാവശ്യമാണ്. ഒരു പൊടിക്ക് 0 മുതൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെയിൻ മെഷീൻ പറ്റില്ല. അതായത് അത്യാവശ്യം കൂടുതൽ അളവുകൾ മാത്രമേ നമുക്ക് ഇതിൽ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രിസർവേറ്റീവോ കാര്യങ്ങളോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1% ഒക്കെ നമ്മൾ പ്രിസർവേറ്റീവ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അളവുകൾ കിട്ടണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെയിൻ മെഷീൻ പറ്റുള്ളൂ കേട്ടോ. അതിന് നമ്മൾ വേറെ തന്നെ വാങ്ങിക്കണം, നമ്മുടെ കുഞ്ഞു അളവുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു വെയിൻ മെഷീനാണ് ഈ ഒരു സംഭവം. കണ്ടോ, വളരെ ചെറുതാണ് കേട്ടോ. നമുക്കിങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ അളവുകളും കിട്ടും കേട്ടോ. നമുക്ക് കിലോ ഒന്നും കിട്ടില്ല. കിലോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിൻ മെഷീൻ വേണം. അല്ലാതെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു അളവുകളും 0 ഒക്കെ വരുന്ന അളവുകളിൽ അങ്ങനത്തതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വെയിൻ മെഷീൻ വളരെയധികം നല്ലതാണ്. ഇതിൽ ഞാൻ പ്രിസർവേറ്റീവിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്രീംസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്, അതേപോലെ സോപ്പിൽ പ്രിസർവേറ്റീവ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ
അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള അളവുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വെയിങ് മെഷീൻ വേണം. ഞാൻ ഈ ഒരു വെയിങ് മെഷീൻ്റെ അകത്താണ് നമ്മുടെ കാസ്റ്റിക് സോഡയിൽ അത് അളന്നെടുക്കുക. ഒരു പോയിൻ്റ് പോലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും, കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിങ് മെഷീൻ വാങ്ങിയത്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഇത് വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ള, ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഞാൻ ഈ കോൾഡ് പ്രോസസ് സൂപ്പ് ഞാൻ ആദ്യം ചെയ്യലുണ്ടായിരുന്നു, അത് കിറ്റ് വാങ്ങിയിട്ടാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ കിറ്റ് വാങ്ങിക്കാതെ ഞാൻ തന്നെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും ഈ ഒരു സാധനം വേണം. നമ്മൾ കിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അത് വേണ്ട, അവർ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലേക്ക് തരിക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ സ്വയം ഒരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുലേഷൻ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഇതേപോലൊരു വെയിങ് മെഷീൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്, ഇതിൻ്റെ പ്രൈസ് ഈ പാക്കിങ്, ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വന്നത്. ഇതിൻ്റെ മേലെയുള്ള പ്രൈസ്, ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് കിട്ടും ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെന്താ, ഇതിൻ്റെ മേലെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 699, അത്രയും വില ഉണ്ടെന്നാണ് ഇതിൻ്റെ മേലെയുള്ള പ്രൈസ് കേട്ടോ. പക്ഷെ അത് പോയി. പിന്നെന്താ, പിന്നെ എനിക്ക് കിട്ടിയത് എത്രയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ. വില ഞാൻ മറന്നുപോയി. ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. പിന്നെ മീഷോന്ന് നിങ്ങൾ സാധനം എടുക്കുന്ന സമയത്ത് ഈ ഒരു കിച്ചൺ സ്കെയിൽ അല്ലാതെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് അനുസരിച്ചുള്ള കിച്ചൺ സ്കെയിൽ വാങ്ങിക്കാവുന്നതാണ്. ഇത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൊണ്ട് നടക്കുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സോപ്പ് മേക്കിങ്ങിൽ. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫോർമുലേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവ് കറക്റ്റ് ആയിരിക്കണം. എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നല്ല രീതിക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുട്ടി വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതിനു മുന്നേ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.